പരിമിതികൾ ഇല്ലാതെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. അനന്തമായ സ്നേഹത്തിന്റെ സാഗരമായ ദൈവം മനുഷ്യന്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വന്ന അനുഗ്രഹത്തിന്റെ തിരുനാളാണ് ക്രിസ്മസ്. സുവിശേഷത്തിൽ ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ പാടിയ ഒരു കീർത്തനമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാം. ഈ വചനം വായിക്കുമ്പോൾ, ഈ കീർത്തനം നാം പാടുമ്പോൾ, നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് അത്യുന്നതനായ ദൈവത്തിന് മഹത്വം നൽകാൻ പറ്റുന്നുണ്ടോ? എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ശുശ്രൂഷകൾ ഇവയെല്ലാം അത്യുന്നതനായ ദൈവത്തിന് മഹത്വം നൽകുന്ന രീതിയിലാണോ? നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിയാം, സ്വയം പരിവർത്തിതരാകാം. രണ്ടാമത്തെ കീർത്തനം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നതാണ്. ഇന്ന് ഈ ലോകത്തെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും ഈ സമാധാനമാണ്. മനുഷ്യഹൃദയങ്ങളിൽ സമാധാനം നഷ്ടമാകുന്നതിന് കാരണം ദൈവകൃപ നഷ്ടമാകുന്നു, നല്ല മനസ്സ് നഷ്ടമാകുന്നു എന്നതാണ്. പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളായതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അമ്മയ്ക്ക് മനസ്സിലായത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് മാലാഖ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് സ്വീകരിക്കാൻ സാധിച്ചത് അമ്മ ദൈവകൃപ നിറഞ്ഞ വ്യക്തിയായിരുന്നു, സന്മനസ് ഉള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഈശോയുടെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരേണ്ട പ്രാർത്ഥന, ദൈവമേ കൃപയുള്ള വ്യക്തിയാക്കി, നല്ല മനസ്സുള്ള വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്നതായിരിക്കട്ടെ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഈശോയുടെ വെളിച്ചം ഉള്ളിൽ പ്രകാശിപ്പിക്കുന്ന നല്ല നക്ഷത്രങ്ങളായി നമുക്ക് മാറാം. നക്ഷത്രത്തിൻ്റെ അകത്ത് പ്രകാശമില്ല എങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ദൈവമഹത്വത്തിൻ്റെ, ദൈവകൃപയുടെ, സന്മനസ്സിൻ്റെ നല്ല പ്രകാശം പരത്തുന്ന ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായി നമുക്കും മാറാം.